Hi all, welcome to medical coding classes. So ഇന്ന് നമ്മളെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമുക്ക് മെഡിക്കൽ കോഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി നമുക്ക് 3 സെഷൻസ് ആയിട്ടാണ്. ഒന്ന് അനാറ്റമി ഉണ്ട്, ദെൻ ICD എന്ന് പറയുമ്പോൾ ഡിസീസ് കോഡ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ദെൻ CPT എന്ന് പറയുന്ന പ്രൊസീജിയർ കോഡ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ നമുക്ക് അനാറ്റമിയിൽ അഗെയിൻ നമുക്ക് 2 സെഷൻസ് ആയിട്ടാണ് നമ്മൾ അനാറ്റമി പഠിക്കുന്നത്. ഒന്ന് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ക്ലാസ്സും പിന്നെ നമുക്ക് അനാറ്റമി എന്ന് പറയുന്ന ഒരു സെഷനുമാണ് ഉള്ളത്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയാണ് എടുക്കുന്നത്. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പോൾ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഈ മെഡിക്കൽ ടേമുകൾ അല്ലെങ്കിൽ മെഡിക്കൽ വേർഡ്സ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും നമുക്ക് ഈ നമ്മളെ കോഴ്സ് ഒന്നും കൂടെ ഒരു ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ ചേർത്തിട്ടുള്ളത്. മെഡിക്കൽ ടെർമിനോളജിന്ന് നമുക്ക് ടോട്ടലി 150 CPC എക്സാമിന് 150 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻസ് നമുക്ക് മെഡിക്കൽ ടെർമിനോളജി സെഷൻസ് എന്നായിരിക്കും. സോ ആക്ച്വലി മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ ആ ഹ്യൂമൻ ബോഡീനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. നമ്മളെ ഹ്യൂമൻ ബോഡീന്റെ കമ്പണൻസ് നമുക്ക് പറയാം, പ്രോസസ്സുകൾ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയിൽ വേർഡ്സ് വരുന്നുണ്ട്. നമ്മളെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഇതെല്ലാം നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, മെഡിക്കൽ ടെർമിനോളജിയിൽ ഇതിന്റെ എല്ലാം നമുക്ക് വേർഡ്സുകൾ ഉണ്ടാവും. സോ നമ്മളിപ്പം ഈ കാണിക്കുന്നത് നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സ്ലൈഡ്സ് ആണ്. നമ്മൾ എന്താണ് മെഡിക്കൽ ടെർമിനോളജി, അതിൽ എന്തൊക്കെ കമ്പണൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെഡിക്കൽ ടെർമിനോളജി is a language used to precisely describe the human body, including its components, processes, conditions affecting it, and procedures performed it. ഞാനിപ്പോൾ പറഞ്ഞു അതെല്ലാം നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമ്മളെ ഹ്യൂമൻ ബോഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ കമ്പണൻസ് ഓഫ് മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ കമ്പണൻസ് നോർമലി നമ്മൾ ഒരു ഇംഗ്ലീഷ് വേർഡിന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കമ്പണൻസ് പറയുന്നത്. നമുക്കൊരു ടേം കണ്ടു കഴിഞ്ഞാൽ, ഒരു മെഡിക്കൽ ടേം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയാം. ഓക്കെ, മെയിൻലി നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്ന കമ്പണന്റ് ആണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേർഡ്. ഒരു മെഡിക്കൽ ടേമിന്റെ മെയിൻ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ടേമിന് മെയിൻ മീനിങ് കൊടുക്കുന്ന ടേമിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു മെഡിക്കൽ ടേം ആണ്, നിങ്ങൾ കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും കാർഡിയോളജി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഈ കാർഡിയോളജി എന്ന് പറയുന്ന ടേമിൽ കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ടാണ്, അല്ലെ? അപ്പൊ ഈ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി. അപ്പൊ ഹാർട്ടിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിക്കാണ് നമ്മൾ കാർഡിയോളജി എന്ന് പറയാം. അപ്പൊ ഈ ഒരു ടേമിൽ കാർഡിയോളജി എന്നുള്ള ഒരു ടേമിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഈ മെഡിക്കൽ ടേമിന് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മെയിൻ മീനിങ് കൊടുക്കുന്ന ടേമിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയും. അപ്പൊ ഈ എക്സാമ്പിളിൽ കാർഡിയോ ഇസ് ദ റൂട്ട് വേർഡ്, അല്ലെ? കാർഡിയോ എന്ന് പറയുന്നതാണ് ഇവിടെ റൂട്ട് വേർഡ്. ദെൻ ഹെപ്പറ്റോമെഗാലി. ഹെപ്പറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവറിന് പറയുന്നതാണ്. മെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഓരോരോ ടേമുകൾ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന PPTയിൽ നമ്മൾ ഇതിന്റെ ഒക്കെ ഓരോ ടേമുകളെ മീനിങ് പറയും, അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഹെപ്പറ്റോമെഗാലി എന്ന് പറയുമ്പോൾ ലിവർ എൻലാർജ്മെന്റ് എന്നാണ് ആ ടേമിന്റെ മീനിങ്. നമ്മൾ പഠിക്കും ഹെപ്പറ്റോന്റെ മീനിങ് ലിവർ ആണ്, മെഗാലി എന്ന് പറയുമ്പോൾ എൻലാർജ്മെന്റ് ആണ്, അങ്ങനെ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഹെപ്പറ്റോമെഗാലി എന്നുള്ള ടേം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ലിവർ എൻലാർജ്മെന്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അതെല്ലാം നമുക്ക് ഓരോ ടേമും എന്താന്നുള്ളത് നമുക്ക് കാണാണ്ട് പഠിച്ചു വെക്കാൻ പറ്റുമോ?
ഇല്ല. മെഡിക്കൽ ടേംസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അതിനെ ഒരു ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഇനിയിപ്പോ ഇതേ സംഭവം തന്നെ സ്പ്ലീനോമെഗാലി എന്ന് കാണാണ് അല്ലെ, പോട്ടെ കാർഡിയോമെഗാലി എന്ന് കാണാണ്. കാർഡിയോമെഗാലി അപ്പൊ എന്തായിരിക്കും? കാർഡിയോ ഹാർട്ടാണ്, മെഗാലി സൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ കാർഡിയോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ടെർമിനോളജിന്റെ മീനിങ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മെഡിക്കൽ ടേം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ നമ്മളിപ്പോ പറഞ്ഞ കമ്പണന്റ് റൂട്ട് വേർഡ് ആണ്. റൂട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു മെയിൻ മെഡിക്കൽ ടേമിന് ഒരു മെയിൻ മീനിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ വേർഡിന്റെ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ റൂട്ട് എന്ന് പറയാം. ഓക്കെ. ദെൻ രണ്ടാമത്തെ ടേം കമ്പണന്റ് ആണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. ഒരു വേർഡിന്റെ ഫസ്റ്റിൽ കൊടുക്കുന്ന ടേമിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. ഓക്കെ. അനോക്സിയ, അൻഓക്സിയ, ആൻ എന്ന് പറഞ്ഞാൽ അതാണ് പ്രിഫിക്സ്. ഓക്സിയ എന്നുള്ള ടേമിന്റെ മീനിങ് ഓക്സിജൻ എന്നുള്ള ടേമാണ്. ആൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് അല്ലെങ്കിൽ ആബ്സെന്റ് എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. അനോക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തൗട്ട് ഓക്സിജൻ അല്ലെ. അപ്പൊ അനോക്സിയ എന്ന് പറയുന്ന ഈ ടേം, ആൻ എന്ന് പറയുന്നത് ഒരു ടേമിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ടേം ആയതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാം? പ്രിഫിക്സ് എന്ന് പറയാം. ദെൻ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ്, ടെൻഷന് പ്രഷർ ആണ് അല്ലെ. നമ്മൾ ബി പി, ഇൻക്രീസ്ഡ് ബി പിക്കാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ എന്നുള്ള ടേം ആണ് പ്രിഫിക്സ് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പൊ ഒരു വേർഡ് നമ്മൾ ഒരു മെഡിക്കൽ വേർഡിന്റെ ഫസ്റ്റിൽ കൊടുക്കുന്ന ബിഗിനിങ് ഓഫ് ദ വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്രിഫിക്സ് എന്ന് പറയാം. നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിലും ഒക്കെ നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലെ. റൂട്ട് വേർഡ് കമ്പണന്റ് പറയുന്ന സമയത്ത് നമ്മൾ റൂട്ട് വേർഡ് പ്രിഫിക്സ് ഒക്കെ പറയും. മൂന്നാമത്തെ കമ്പണന്റ് ആണ് സഫിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എൻഡിങ് ഓഫ് ദ വേർഡ്. ഒരു വേർഡിന്റെ എൻഡിൽ കൊടുക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയാം. ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിനെയാണ് പറയുക ഗ്യാസ്ട്രോ. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്. സോ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സ്റ്റൊമക്കിന് വരുന്ന ഇൻഫ്ലമേഷൻ. സാധാരണ നമ്മൾ ഗ്യാസ് എന്ന് പറയില്ലേ, അതാണ് ഗ്യാസ്ട്രൈറ്റിസ്. സോ ഹിയർ ഐറ്റിസ് ഇസ് ദ സഫിക്സ് അല്ലെ. ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഐറ്റിസ് എന്ന് പറയുന്ന ടേം ആണ്. ഇൻഫ്ലമേഷൻ എന്നുള്ള മീനിങ് വരുന്നത്. സോ ദാറ്റ് ഇസ് ഗ്യാസ്ട്രൈറ്റിസ്. ഐറ്റിസ് ആണ് സഫിക്സ്. വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അഡിനോമ. ഓമ എന്ന് പറഞ്ഞാൽ ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്നുള്ള മീനിങ് ആണ്. സോ അഡിനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാൻഡിനെയാണ് പറയാം, ഗ്രന്ഥി, അതിനെയാണ് നമ്മൾ അഡിനോ എന്ന് പറയാം. അഡിനോമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഗ്ലാൻഡിന് വരുന്ന ട്യൂമറിനെ നമുക്ക് എന്ത് പറയാം? അഡിനോമ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മളെ കമ്പണന്റ് എന്ന് പറയുന്നത്. മെയിൻലി റൂട്ട് വേർഡ് വരുന്നുണ്ട്, പ്രിഫിക്സ് വരുന്നുണ്ട്, സഫിക്സ് വരുന്നുണ്ട്. എല്ലാ മെഡിക്കൽ ടേമിലും നമുക്ക് ഇത് മൂന്നും വേണം നിർബന്ധം ഇല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് പ്രിഫിക്സ് ഉണ്ടാവും, സഫിക്സ് ഉണ്ടാവും, റൂട്ട് വേർഡ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് പ്രിഫിക്സും റൂട്ട് വേർഡും മാത്രമായിരിക്കും, അല്ലെങ്കിൽ റൂട്ട് വേർഡും സഫിക്സും മാത്രമായിരിക്കും, അല്ലെങ്കിൽ രണ്ട് റൂട്ട് വേർഡ് ഉണ്ടാവും അതിന്റെ കൂടെ ഒരു സഫിക്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ വേർഡിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഒരുമിച്ച് വേണം നിർബന്ധമില്ല. സോ ഇത്ര മൂന്നുമാണ് നമ്മളെ കമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്, കമ്പൈനിങ് വവ്വൽ എന്ന് പറയുന്നത്. വവ്വൽസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ കമ്പൈനിങ് വവ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വവ്വലാണ്, ഏതെങ്കിലും ഒരു വവ്വൽ, നമ്മളിപ്പോ പറഞ്ഞതിന് ഏതെങ്കിലും ഒരു വവ്വൽ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുക ഒ ഐ എന്നുള്ളതൊക്കെയാണ്. കോമൺ ആയിട്ട് നമ്മൾ ഒ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഐ ഉള്ളത് നമുക്ക് കാണാം, ഏത് വവ്വൽസും വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പൊ നോർമലി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ റൂട്ട് വേർഡ് ഗ്യാസ്ട്ര, ഗ്യാസ്ട്രോ എന്നുള്ള റൂട്ട് വേർഡിൽ ഗ്യാസ്ട്ര എന്നാണ് ശരിക്കുള്ള ടേം. ഗ്യാസ്ട്ര, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഗ്യാസ്ട്ര, GASTR, ഗ്യാസ്ട്ര. നമുക്ക് ഇത് പ്രൊനൗൺസ് ചെയ്യാനും പറയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഒരു വവ്വലും കൂടെ ആഡ് ചെയ്യും. സോ നമുക്ക് പറയാനായിട്ടൊരു ഈസി ആയില്ലേ, ഗ്യാസ്ട്രോ അങ്ങനെ പറയാം, ഗ്യാസ്ട്ര അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ടേമുകൾ നമുക്ക് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു വവ്വൽ ആഡ് ചെയ്തു. സോ ഇറ്റ് ലിങ്ക്സ് റൂട്ട് ടു സഫിക്സ് ഓർ ടു അനദർ റൂട്ട്. വേറൊരു റൂട്ടിലേക്കും നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വവ്വൽ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ ഈ വവ്വലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പൈനിങ് വവ്വൽ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഗ്യാസ്ട്രോ എൻറ്ററോളജി. ഗ്യാസ്ട്രോ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റൊമക്ക് ആണ്. എൻറ്ററോ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനെയാണ് നമ്മൾ പറയാം. അപ്പോൾ സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും കൂടെ ചെയ്യുന്ന സ്റ്റഡി, അതാണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞാൽ.
അപ്പൊ ഇവിടെ ഗ്യാസ്റ്റ് എന്ന് പറയുന്നത് ഒരു റൂട്ട് വേർഡ് ആണ്, എൻറ്റർ എന്ന് പറയുന്നത് ഒരു റൂട്ട് വേർഡ് ആണ്, ലൊജി എന്ന് പറയുന്നത് ഒരു സഫിക്സ് ആണ്. അപ്പൊ ഒരു റൂട്ട് വേർഡിനെ വേറൊരു റൂട്ട് വേർഡിലേക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പൈനിങ് വവൽ ചേർക്കാം. അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡിനെ ഒരു സഫിക്സിലേക്ക് കമ്പൈൻ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പൈനിങ് വവൽ ചേർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേം എങ്ങനെ കിട്ടി, ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് കിട്ടി. സോ ഈ വവലിനെയാണ് നമ്മൾ എന്ത് പറയാ, കമ്പൈനിങ് വവൽ എന്ന് പറയാം. ദെൻ കമ്പൈനിങ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടും അതിന്റെ കൂടെ കമ്പൈനിങ് വവലും കൂടെ ചേർത്തിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ എന്ത് പറയാ, കമ്പൈനിങ് ഫോം എന്ന് പറയാം. യൂഷ്വലി നമ്മൾ എപ്പോഴും ഇത് പ്രൊനൗൺസ് ചെയ്യുക ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ഹെപ്പാറ്റോ, ഗ്യാസ്ട്ര് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാറില്ല, ഗ്യാസ്ട്രോ. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇതിന്റെ ഈ GASTR എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് ഓന്ന് കൊടുക്കും. അതിന്റെ മീനിങ് ഈ ഓ എന്ന് പറഞ്ഞാൽ അത് കമ്പൈനിങ് വവലാണെന്ന്. ജസ്റ്റ് നമുക്ക് ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ഹെപ്പാറ്റോ അങ്ങനെ എഴുതാം. അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു വര ഇട്ടിട്ട് നമ്മൾ തന്നെ അടുത്ത സ്ലൈഡ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, അതിന് നമുക്ക് ഗ്യാസ്ട്രോ എന്ന് തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അതാണ് കമ്പൈനിങ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കമ്പണൻസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇപ്പോണിംസ് ആണ്. ഇപ്പോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേർഡ് ഡിറൈവ്ഡ് ഫ്രം സംവൺസ് നെയിം, ഏതെങ്കിലും ഒരാളെ പേരിന്ന് ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസ് കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ മോഹൻലാലിന്റെ പടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് ഓർത്തിട്ടുണ്ടാവും. അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ, നമ്മൾ എപ്പോഴും ഒരു മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വേർഡ് അത് ഏതെങ്കിലും ഒരാളെ പേരാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയാം ഇപ്പോണിം എന്നാണ്. ഓക്കെ, ഇപ്പോണിം അതായത് മേ ബി അത് ഫസ്റ്റ് വന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച ആൾക്കാരായിരിക്കും അല്ലെ. യൂഷ്വലി സയന്റിസ്റ്റുമാരൊക്കെ കണ്ടുപിടിച്ച അവരവരെ പേരിടും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇപ്പോണിം. ഇപ്പൊ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഓഫ് ഇപ്പോണിം ആണ്. പാർക്കിൻസൺസ് ഡിസീസ് ഇപ്പോണിം ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരാളെ പേരിന്ന് ഡിറൈവ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ ഇപ്പോണിം എന്ന് പറയാം. ദെൻ അക്രോണിം. Acronym എന്ന് പറഞ്ഞാൽ when a word is made from the capital letters of a group of words and is pronounced as a new word. നിങ്ങൾ abbreviation കേട്ടിട്ടുണ്ടാവും. അക്രോണിംസും അബ്രീവിയേഷനും സെയിം ആണ്. നമ്മൾ ഒരു വേർഡിനെ എന്ത് ചെയ്യാണ്, ഷോർട്ട് ചെയ്യാണ്. അബ്രീവിയേഷൻ ആദ്യം പറയാം. അബ്രീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വേർഡിനെ ഷോർട്ടൺ ചെയ്യാണ്. അതായത് ഇപ്പൊ ECG നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നതാണ് ECG. നമ്മൾ അതിനെ ഷോർട്ടൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുള്ള വേർഡിനെ നമ്മൾ ഷോർട്ടൺ ചെയ്തിട്ട് ECG എന്ന് പറഞ്ഞു അല്ലെ. അതിനെയാണ് നമ്മൾ യൂഷ്വലി അബ്രീവിയേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ അത് ഷോർട്ടൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്, ECG അല്ലെ. ലെറ്റർ ബൈ ലെറ്റർ ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിനെ അബ്രീവിയേഷൻ എന്ന് പറയും. ഓക്കെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതിനെ നമ്മൾ ഷോർട്ടൺ ചെയ്തിട്ട് HPV എന്ന് പറയുന്നു. നമ്മൾ എങ്ങനെയാ അത് റീഡ് ചെയ്യുന്നത്, HPV, ലെറ്റർ ബൈ ലെറ്റർ ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതേസമയം അക്രോണിം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ഷോർട്ടണിങ് തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ന്യൂ വേർഡ് ആയിട്ടാണ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് എയ്ഡ്സ് അല്ലെ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നമ്മൾ അതിനെ AIDS എന്നാണോ പറയുന്നത്, അല്ല അല്ലെ. നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ന്യൂ വേർഡ് ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. AIDS, AIDS, എയ്ഡ്സ് എന്ന് പറയുന്ന നമ്മൾ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു ന്യൂ വേർഡ് ആയിട്ടാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു അബ്രീവിയേഷൻ അല്ലെങ്കിൽ ഒരു വേർഡിനെ ഷോർട്ടൺ ചെയ്തിട്ട് ഒരു ന്യൂ വേർഡ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അക്രോണിംസ് എന്ന് പറയും. അതല്ല ലെറ്റർ ബൈ ലെറ്റർ ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അബ്രീവിയേഷൻ എന്ന് പറയും. ആൻഡ് സംവൺസ് നെയിം എന്നാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോണിംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് വരുന്നത്. ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഇത്രയാണ് വരുന്നത്.